ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണ്, അക്കൗണ്ടൻസിൻ്റെ മീനിങ് എന്താണ്, അക്കൗണ്ടൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ, ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ചില ഉദാഹരണങ്ങൾ നിങ്ങൾ എഴുതുകയും എക്സാമ്പിൾസ് നിങ്ങൾ എഴുതുകയും അത് വളരെ കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും എഴുതി കാണിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ, ബേസിക് അക്കൗണ്ടിങ്ങിലെ ഒരു കൺസെപ്റ്റിലേക്ക് പോവാം. ഒരു ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്നാണ് പറയുക. ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഓക്കെ, ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എനി ആക്ടിവിറ്റി ഓർ ഇവൻറ്റ് വിച്ച് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് മണി ഓർ മണീസ് വാസ് ബിറ്റ്വീൻ ദ ബിസിനസ് ഓർ ഔട്ട്സൈഡേഴ്സ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ബിസിനസ്സോ ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ പണവുമായി ബന്ധമുള്ള വർത്തുള്ള മണീസ് വರ್ತോ അതിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അത്തരം ഇവൻറ്റുകളെ അല്ലെങ്കിൽ ആക്ടിവിറ്റീനെ നമ്മൾ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് വിളിച്ചു. അപ്പോൾ മാത്തമാറ്റിക്കലി ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ഈക്വൽ ടു ആക്ടിവിറ്റി പ്ലസ് മോണിറ്ററി വാല്യൂ എന്ന് പറഞ്ഞു. ആക്ടിവിറ്റിയോട് കൂടി ഒരു മോണിറ്ററി വാല്യൂ കണ്ടെത്താൻ കഴിഞ്ഞ ഏതൊരു ആക്ടിവിറ്റീസിലും, ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിലും ഒരു മോണിറ്ററി വാല്യൂ കണ്ടെത്താൻ കഴിഞ്ഞ അതിനെ നമ്മൾ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് നമ്മൾ വിളിച്ചു. ആ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനെയാണ് ഒരു അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും സമ്മറൈസ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും എന്നും നമ്മൾ ഇന്നലെ പഠിച്ചു. ബിസിനസ് ട്രാൻസാക്ഷൻ ആവണം, ആ ബിസിനസ് ട്രാൻസാക്ഷനെ മാത്രമേ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോകാം. ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്നാണ് പറയുക. എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട് ഓർ ടു എലമെൻറ്റ്സ്. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിൽ രണ്ട് ആസ്പെക്റ്റുകൾ, രണ്ട് തലങ്ങൾ, രണ്ട് എലമെൻറ്റുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയണം. ഉണ്ട്, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും അതുണ്ട്. അത് കണ്ടെത്താൻ കഴിയുന്നിടത്താണ് അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ എളുപ്പമാവുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നത്. എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ടു കൺസെപ്റ്റ് ഓർ ടു ആസ്പെക്റ്റ് ഓർ ടു എലമെൻറ്റ്. രണ്ട് എലമെൻറ്റുകൾ അല്ലെങ്കിൽ രണ്ട് ആസ്പെക്റ്റുകൾ, രണ്ട് തലങ്ങൾ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും ഉണ്ട്. ഈ രണ്ട് തലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജേണൽ എൻട്രി ചെയ്യാൻ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ജേണലൈസിങ്, ജേണൽ എഴുതുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ജേണൽ വളരെ സിമ്പിളാണ്. ആ ജേണൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആസ്പെക്റ്റുകൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. നിങ്ങളിപ്പോൾ എനിക്ക് കുറേ എക്സാമ്പിളുകൾ എഴുതി കാണിച്ചു തന്നു. ബോട്ട് മെഷീനറി, സോൾഡ് ഫർണിച്ചർ, പെയ്ഡ് സാലറി, റിസീവ്ഡ് കമ്മീഷൻ, പെയ്ഡ് റെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ എക്സാമ്പിളുകൾ എനിക്ക് കാണിച്ചു തന്നു. ഈ ഓരോ ബിസിനസ് ട്രാൻസാക്ഷനിലും രണ്ട് ആസ്പെക്റ്റ് വീതമുണ്ട്, അത് കണ്ടെത്താൻ കഴിയണം. ഓക്കെ, വൺ ഈസ് റിസീവിങ് ആസ്പെക്ട്, അനദർ വൺ ഈസ് ഗിവിങ് ആസ്പെക്ട്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ് ആണ്, സ്വീകരിക്കുന്ന ഒരു തലമുണ്ട്. ആൻഡ് അനദർ വൺ ഈസ് ഗിവിങ് ആസ്പെക്റ്റ്, മറ്റൊന്ന് ആ ബിസിനസ് കൊടുക്കുന്ന ഒരു തലമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ബിസിനസ് ആണ് എന്ന് കരുതാം. ബിസിനസ് ചെയ്യുന്ന ആളുകൾ നിങ്ങളാണ്, അല്ലെങ്കിൽ ബിസിനസ് നിങ്ങളാണ് എന്ന് കരുതാം. അപ്പോൾ ബിസിനസ് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ആ ഓരോ ബിസിനസ് ട്രാൻസാക്ഷനിലും സ്വീകരിക്കുന്ന ഒരു തലം ഉണ്ടാവും, കൊടുക്കുന്ന ഒരു തലം ഉണ്ടാവും. ഉദാഹരണത്തിന് ബോട്ട് മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താ, മെഷീനറി വാങ്ങി. അപ്പോൾ നിങ്ങൾ ബിസിനസ്സായിട്ട് അനുമാനിച്ചു നോക്കൂ, നിങ്ങൾ സ്വീകരിക്കുന്ന ആസ്പെക്റ്റ് എന്താ, ബോട്ട് മെഷീനറി വാങ്ങി. നിങ്ങൾ സ്വീകരിക്കുന്ന ആസ്പെക്റ്റ് എന്താ, മെഷീനറി. ഓക്കെ, നിങ്ങൾ ഗിവിങ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്, എന്താ, കൊടുക്കുന്ന ഒരു തലമുണ്ട്. എന്താ കൊടുക്കുന്ന തലം, ക്യാഷ്. പറഞ്ഞാൽ മനസ്സിലായി. ബോട്ട് മെഷീനറി വാങ്ങി, അപ്പോൾ അതിൻ്റെ റിസീവിങ് ആസ്പെക്റ്റ് മെഷീനറിയും ഗിവിങ് ആസ്പെക്റ്റ് ക്യാഷുമാണ്. ബോട്ട് ഫർണിച്ചർ, ഞാൻ ഫർണിച്ചർ വാങ്ങി എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സായിട്ട് അനുമാനിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യനിലും ബിസിനസ് നിങ്ങളായിട്ട് അനുമാനിക്കുക. ആ ചെയ്യുന്ന ബിസിനസ് നിങ്ങളാണ്. ഓക്കെ, അപ്പം നിങ്ങൾ സ്വീകരിക്കുന്ന തലം എന്താ, ബോട്ട് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ സ്വീകരിച്ചു. ഗിവിങ് ആസ്പെക്റ്റ് എന്താ, ക്യാഷ് കൊടുത്തു. അപ്പോൾ ഓരോ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ എടുത്ത് പരിശോധിച്ചാലും അതിൽ രണ്ട് തരം ആസ്പെക്റ്റ് ഉണ്ടാവും. ഒന്ന് ഗിവിങ് ആസ്പെക്റ്റും മറ്റൊന്ന് റിസീവിങ് ആസ്പെക്റ്റും. ഓക്കെ, ദ റിസീവിങ് ആസ്പെക്റ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് ഡെബിറ്റ്.
ആ റെസീവിങ് ആസ്പെക്റ്റ്, ഒരു ട്രാൻസാക്ഷന് റെസീവിങ് ആസ്പെക്റ്റ് ഉണ്ട്, ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ റെസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ വിളിക്കുക ഡെബിറ്റ് എന്നാണ്. ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ് ഈസ് നോൺ ആസ്, ഗിവിങ് ചെയ്യുന്ന ആസ്പെക്റ്റിനെ നമ്മൾ വിളിക്കുക എന്താണ്, ക്രെഡിറ്റ് എന്നാണ്. റിസീവ് ചെയ്യുന്നതിനെ ഡെബിറ്റ് എന്നും ഗിവിങ് ചെയ്യുന്ന ക്രെഡിറ്റ് എന്നും. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു റിസീവിങ് ആസ്പെക്റ്റ് കിട്ടും അഥവാ ഡെബിറ്റ് കിട്ടും, ദെൻ നിങ്ങൾക്ക് ഒരു ഗിവിങ് ആസ്പെക്റ്റ് കിട്ടും അഥവാ ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ ബോട്ട് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഫർണിച്ചർ സ്വീകരിച്ചു, ബിസിനസ് സ്വീകരിച്ചു, അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റ് ഡെബിറ്റ്. ബോട്ട് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുത്തു, ഗിവിങ് ആസ്പെക്റ്റ് ക്യാഷ്, ഏതാണ് ക്രെഡിറ്റ്. സോ ബോത്ത് ആസ്പെക്റ്റ് ഓഫ് എവറി ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റെക്കോർഡ്. ഓക്കെ, ഈ ഓരോ ട്രാൻസാക്ഷൻ്റെയും രണ്ട് ആസ്പെക്റ്റുകളും നിർബന്ധമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം, ബിസിനസ് ഫേം റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കണം അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ. ബുക്സ് ഓഫ് അക്കൗണ്ട് എന്നാണ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കുകളെ വിളിക്കുക. ഓക്കെ, അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ബിസിനസ് ഫേം അതിൻ്റെ രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്തിരിക്കണം. ദിസ് സിസ്റ്റം ഈസ് നോൺ ആസ് ഡബിൾ എൻട്രി ഓഫ് ബുക്ക് കീപ്പിംഗ്. ഈ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഡബിൾ എൻട്രി ഓഫ് ബുക്ക്. ഏതാ ഡബിൾ എൻട്രി ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ, എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാവ് ടു ആസ്പെക്ട്സ്. വൺ ഈസ് റിസീവിങ് ആസ്പെക്ട്, അനദർ വൺ ഈസ് ഗിവിങ് ആസ്പെക്ട്. These two aspects must be recorded. These both aspects must be recorded. This system of bookkeeping, ഇങ്ങനെ ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന, ബുക്കുകൾ കീപ്പ് ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഡബിൾ എൻട്രി ഓഫ് ബുക്ക് കീപ്പിംഗ്. ഡബിൾ എൻട്രി, ഡബിൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ആരൊക്കെ, ഡെബിറ്റും ക്രെഡിറ്റും അല്ലെങ്കിൽ റിസീവിങ്ങും ഗിവിങ്ങും. ഈ രണ്ട് ആസ്പെക്റ്റിനെയും റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടൻസിയിലെ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഡബിൾ എൻട്രി ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കുക. അപ്പം നമ്മൾ പഠിക്കുന്നത് മുഴുവൻ ഡബിൾ എൻട്രി. സിംഗിൾ എൻട്രി ഉണ്ട്. സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെ മാത്രം കൺസിഡർ ചെയ്യുന്നതിന്. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്താലും, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ നാച്ചുറുള്ള എന്ത് ആക്ടിവിറ്റി ബിസിനസ്സിലുള്ളത് എടുത്താലും അതിൽ രണ്ട് ആസ്പെക്റ്റുകൾ നിർബന്ധമായിട്ടുണ്ടാവും. രണ്ടിൽ കൂടുതൽ ഉണ്ടാവില്ല, രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഒരു ആസ്പെക്റ്റും അല്ല ഉണ്ടാവുക, രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ആ രണ്ട് ആസ്പെക്റ്റുകളെയും റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഡബിൾ എൻട്രി ഓഫ് ബുക്ക് കീപ്പിംഗ്. നിങ്ങളോട് വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെയുള്ള ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ഡബിൾ എൻട്രി ഓഫ് ബുക്ക് കീപ്പിംഗ്? ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റുകളുണ്ട്, റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും. റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്നും വിളിക്കും. ഈ രണ്ട് ആസ്പെക്റ്റുകളെയും റെക്കോർഡ് ചെയ്യപ്പെടുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഡബിൾ എൻട്രി ഓഫ് ബുക്കിംഗ്. റിസീവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് എന്ന് വിളിക്കും, ഡെബിറ്റ് എന്ന് വിളിക്കും. ഗിവിങ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, ക്രെഡിറ്റ് എന്ന് വിളിക്കും. ഇപ്പോൾ വേറെ ഉദാഹരണം പിന്നെ നമ്മൾ പറയാം, പെയ്ഡ് കമ്മീഷൻ കൊടുത്തു. കമ്മീഷൻ കൊടുക്കുമ്പോൾ ബിസിനസ് ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ മതി, റിസീവിങ്ങോ അല്ലെങ്കിൽ ഗിവിങ്ങോ. പെയ്ഡ് കമ്മീഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഏത് രീതിയിലാണ് കൊടുക്കുക, ക്യാഷിൻ്റെ രൂപത്തിലാണ് കൊടുക്കുക. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ ഗിവിങ് ആസ്പെക്റ്റ് എന്താ, ക്യാഷാണ്. ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും, ക്രെഡിറ്റ് എന്ന് വിളിക്കും. അവിടെ ബിസിനസ് റിസീവ് ചെയ്തത് എന്താ, ബിസിനസ്സിന് എന്താ കിട്ടിയത്, നിങ്ങൾക്ക് എന്ത് കിട്ടി കമ്മീഷൻ കൊടുക്കുന്നതോടുകൂടി. കമ്മീഷൻ കൊടുത്തപ്പോൾ ഗിവിങ് കൊടുത്തത് ക്യാഷാണ്. എന്ത് റിസീവ് ചെയ്തു, കമ്മീഷൻ. ഓക്കെ, കമ്മീഷൻ എന്ന് പറയുന്ന സാധനം തിരിച്ചിങ്ങോട്ട് റിസീവ് ചെയ്തു. അതിനെ ഗിവിങ് ചെയ്തതിനെ നമ്മൾ ക്രെഡിറ്റ് എന്ന് വിളിക്കും. പിന്നെ റിസീവ് ചെയ്തത് കമ്മീഷനെ നമ്മൾ എന്ത് വിളിക്കും, ഡെബിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അത് ഞാൻ അടുത്ത സ്ലൈഡിലോ അടുത്ത ക്ലാസ്സിലോ പറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് ചില ട്രാൻസാക്ഷൻസും ആ ട്രാൻസാക്ഷൻ്റെ ഗിവിങ് ആസ്പെക്റ്റും റിസീവിങ് ആസ്പെക്റ്റും ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ട്രാൻസാക്ഷനാണ് സോൾഡ് മെഷീനറി ഫോർ ക്യാഷ് 20,000. മെഷീനറി 20,000 രൂപക്ക് ക്യാഷിന് വിറ്റു. അപ്പോൾ നിങ്ങൾ ബിസിനസ്സായിട്ട് ആ ട്രാൻസാക്ഷൻ നടത്തിയ ബിസിനസ് നിങ്ങളായിട്ട് അനുമാനിക്കുക. അപ്പോൾ സോൾഡ് മെഷീനറി എന്ന് പറയുമ്പോൾ മെഷീനറി വിൽക്കുന്ന ബിസിനസ് ഫേം നിങ്ങളായിട്ട് അനുമാനിച്ചിട്ട് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. സോൾഡ് മെഷീനറി ഫോർ ക്യാഷിന് സാധനം വിൽക്കുമ്പോൾ ഒരു ബിസിനസ് ഫേം റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റ് എന്താ, ഒരു മെഷീനറി ക്യാഷിന് വിൽക്കുമ്പോൾ ക്യാഷ് ഫേമിന് ലഭിക്കും. റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റ് ക്യാഷ്. ഗിവിങ് ചെയ്തത് ആ ബിസിനസ് സ്ഥാപനം കൊടുത്തതല്ല, ഗിവിങ് ചെയ്ത സാധനം മെഷീനറിയാണ്. അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റിൻ്റെ കോളത്തിൽ ക്യാഷ്, ഗിവിങ് ആസ്പെക്റ്റിൻ്റെ കോളത്തിൽ മെഷീനറി.
റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുമെന്ന് കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചത്? റിസീവിങ്ങിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്നിടത്ത് ക്യാഷ്, ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്മൾ ഗിവിങ് ചെയ്യുന്നതിനെയാണ്, കൊടുത്തതിനെ മെഷീനറി. കണ്ടോ? സോൾഡ് മെഷീനറി ഫോർ ക്യാഷ്. ക്യാഷിന് വിറ്റു, മെഷീനറി ക്യാഷിന് വിറ്റു എന്ന് പറയുമ്പോൾ അത് ആ ബിസിനസ് ഫേം നിങ്ങളായിട്ട് അനുമാനിക്കുക. അപ്പം നിങ്ങൾ റിസീവ് ചെയ്തത് എന്താണ്? വിൽക്കുമ്പോൾ ക്യാഷ് ലഭിക്കും. നമ്മൾ കൊടുത്തത്, വിൽക്കുന്നത് എന്താണോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? മെഷീനറി എന്ന് വിളിക്കും. അപ്പോൾ സോൾഡ് ഗുഡ്സ് എന്നാണെങ്കിലോ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണെങ്കിലോ, ഇതിന് പകരം സോൾഡ് മെഷീനറി എന്നതിന് പകരം സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണെങ്കിലോ, റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റ് എന്താണ്? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധനം, ചരക്ക് വിറ്റു, ചരക്ക് വിൽക്കുന്നതിലൂടെ കിട്ടി 20,000 രൂപ ക്യാഷ് കിട്ടി എന്നാണെങ്കിൽ റിസീവ് ചെയ്തത് എന്താണ്? ക്യാഷ്. ഗിവിങ് ചെയ്തത് എന്താ? ഗുഡ്സ് ആണ്, ചരക്കാണ്. പക്ഷെ ഗുഡ്സ് എന്ന പേര് ഒരിക്കലും ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനിൽ എഴുതി വെക്കാറില്ല. ജേണൽ എൻട്രിയിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഗുഡ്സ് എന്ന് ഒരിക്കലും ഡിനോട്ട് ചെയ്യപ്പെടാറില്ല. ഗുഡ്സിന് പകരം സോൾഡ് ആണെങ്കിൽ സെയിൽസ് എന്നാണ് പറയാം. അപ്പോൾ ഗിവിങ് ആസ്പെക്റ്റ് എന്താണ്? സെയിൽസ് എന്നാണ് എഴുതേണ്ടത്. ഈ ബോട്ട് എന്നാണ് എന്നുണ്ടെങ്കിൽ ബോട്ട് ഗുഡ്സ് ഒക്കെ പറയാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണെങ്കിൽ നിങ്ങൾ ബിസിനസ് ആയിട്ട് അനുമാനിക്കുക. നിങ്ങൾ ചരക്ക് വിറ്റാൽ, ഗുഡ്സ് വിറ്റാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ക്യാഷ്. അത് റിസീവിങ്ങിൻ്റെ കോളത്തിൽ എഴുതും. ഗിവിങ് ചെയ്യുന്നത് നിങ്ങൾ ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്ന് ഒരിക്കലും എഴുതില്ല. അതിന് പകരം എന്ത് എഴുതണം? സെയിൽസ് എന്ന് എഴുതണം. സെയിൽസ് ആണെങ്കിൽ സെയിൽസ് എന്ന് എഴുതണം. ഓക്കെ. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കും? ക്യാഷും. ഗിവിങ് ചെയ്യേണ്ടടുത്ത് ക്രെഡിറ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ സെയിൽസും എഴുതേണ്ടി വരും. ഓക്കെ. ദെൻ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇങ്ങനെ നിങ്ങൾ ലെക്ചർ നോട്ട് എന്നുള്ള രീതിയിൽ എഴുതി വെച്ചോളൂ കേട്ടോ. എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു രൂപധാരണ കിട്ടുള്ളൂ. നമുക്കിത് അടുത്തൊരു സ്ലൈഡിൽ അങ്ങനെ വാക്കുകൾ മാറ്റി ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ വെച്ചാൽ അതൊക്കെ എഴുതി വെക്കണം. ഓക്കെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ. ദെൻ ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ്. നിങ്ങൾ ബിസിനസ് ഫേം, അതായത് ബിസിനസ് ഫേം ഒരു ഫർണിച്ചർ ക്യാഷ് കൊടുത്ത് വാങ്ങി. അപ്പോൾ ബിസിനസ് റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റ് എന്താ? റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റ് ഫർണിച്ചർ വാങ്ങുമ്പോൾ ബിസിനസ് എന്ത് റിസീവ് ചെയ്യും? ഫർണിച്ചർ റിസീവ് ചെയ്യും. ദെൻ എന്ത് ഗിവിങ് ചെയ്യും? ഫർണിച്ചർ ക്യാഷിന് വാങ്ങുമ്പോൾ എന്ത് ഗിവിങ് ചെയ്യും? ക്യാഷ് ഗിവിങ് ചെയ്യും. ഓക്കെ. അപ്പോൾ റിസീവ് ചെയ്ത ആസ്പെക്റ്റ് എന്താണ്? ഡെബിറ്റ് ആണ്. റിസീവ് ചെയ്തത് ഏതാ? ഫർണിച്ചറാണ്. ഗിവിങ് ചെയ്ത ആസ്പെക്റ്റ് ക്രെഡിറ്റ് ആണ്. ഗിവിങ് ചെയ്ത ആസ്പെക്റ്റ് ഏതാ? ക്യാഷ് ആണ്. ഓക്കെ. അതിന് നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ എഴുതി. ദെൻ പെയ്ഡ് സാലറി, സാലറി കൊടുത്തു. പെയ്ഡ് സാലറി അല്ലെങ്കിൽ അടുത്ത അതിന് മുകളിൽ നമുക്ക് നോക്കാം. ബോട്ട് ഫർണിച്ചറിന് പകരം ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണെങ്കിലോ, ഫേം ഗുഡ്സ് ക്യാഷിന് വാങ്ങി എന്നാണെങ്കിലോ, ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. റിസീവ് ചെയ്യുന്നത് എന്താ? നിങ്ങൾ റിസീവ് ചെയ്യുന്നത് എന്താ? ബോട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ചരക്ക് നിങ്ങൾ വാങ്ങി, ഗുഡ്സ് ആണ് നിങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഗുഡ്സ് എന്ന് ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻസിയിൽ എഴുതി വെക്കാറില്ല. ഗുഡ്സിന് പകരം സെയിൽസ് ആകുമ്പോൾ സെയിൽസ് എന്ന് എഴുതണമെന്ന് പഠിച്ചു. ബോട്ട് ആകുമ്പോൾ, പർച്ചേസ് ആകുമ്പോൾ പർച്ചേസസ് എന്നാണ് എഴുതുക. പർച്ചേസ് ഗുഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബോട്ട് ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ ബോട്ട് എന്നാണെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് എന്നാണെങ്കിൽ നിങ്ങൾ റിസീവിങ് ആസ്പെക്റ്റിൻ്റെ കോളത്തിൽ എഴുതേണ്ടത് ഗുഡ്സ് എന്നല്ല, എന്ത് എഴുതണം? പർച്ചേസസ് എന്ന് എഴുതണം. ഓക്കെ. ഒരു മാറ്റമാണ്. ഗുഡ്സ് എന്നാണെങ്കിൽ മാത്രം കേട്ടോ. ഗുഡ്സിന് പേരുണ്ടെങ്കിൽ, ഇപ്പോൾ ഫർണിച്ചർ ഒരു ഗുഡ്സ് ആണ്, ചരക്കാണ്, പക്ഷെ അതിന് പേരുണ്ടെങ്കിൽ ആ പേര് എഴുതണം. അല്ല എങ്കിൽ പർച്ചേസ് എന്നാണെങ്കിൽ പർച്ചേസസ് എന്നാണ് റിസീവിങ് ആസ്പെക്റ്റിൻ്റെ കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ റിസീവ് ചെയ്തത് ഗുഡ്സ് ആണ്, അപ്പോൾ ഗുഡ്സ് ആയതുകൊണ്ട് പർച്ചേസസ് എന്ന് എഴുതി. ഗിവിങ് ചെയ്തത് എന്താണ്? ക്യാഷ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? ക്യാഷ് എന്ന് ഗിവിങ് കോളത്തിൽ എഴുതി. അപ്പോൾ അടുത്തൊരു ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. പെയ്ഡ് സാലറി 1000. ഓക്കെ. ഒരു ബിസിനസ് സ്ഥാപനം ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുന്നു. സാലറി 1000 രൂപ കൊടുത്തു. ഓക്കെ. അപ്പം നിങ്ങൾ സാലറി കൊടുക്കുകയാണ്. നിങ്ങളാണ് ബിസിനസ് എന്ന് അനുമാനിക്കുന്നു. നിങ്ങൾ സാലറി കൊടുക്കുകയാണ്. നിങ്ങൾ സാലറി കൊടുക്കുമ്പോൾ നിങ്ങൾ റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റ് എന്താണ്? സാലറിയാണ്. ഗിവിങ് ചെയ്യുന്നത് എന്താണ്? ക്യാഷ് ആണ്. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, രണ്ടാമത്തെ നമുക്ക് എഴുതി ഉണ്ടാക്കാം. അപ്പോൾ പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ കൊടുത്തത് എന്തായിരിക്കും? സാലറി കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ബിസിനസ് കൊടുത്തിട്ടുണ്ടാവുക? ക്യാഷ് ആയിരിക്കും. അപ്പോൾ ഗിവിങ് ആസ്പെക്റ്റ് ക്യാഷ് ആണ്. അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റിൻ്റെ കോളത്തിൽ സാലറി എന്ന് എഴുതുന്നു. ഗിവിങ് ആസ്പെക്റ്റിന് നമ്മൾ ഡെബിറ്റ് എന്ന് പറയും, അതുകൊണ്ട് സാലറിനെ ഡെബിറ്റ് ചെയ്യുന്നു. റിസീവിങ് ആസ്പെക്റ്റ് നമുക്ക് ഡെബിറ്റ് ആണ്, അതുകൊണ്ട്
ഡെബിറ്റ് എന്ന് പറയുന്നത് സാലറി എന്ന് എഴുതും. ഗിവിങ് ആസ്പെക്റ്റ് നമുക്ക് ക്രെഡിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. ക്യാഷ് അതുകൊണ്ട് ക്രെഡിറ്റ് കോളത്തിൽ നമ്മൾ എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. പെയ്ഡ് കമ്മീഷൻ എന്നാണെങ്കിലോ, ഒരു എക്സാമ്പിൾ, പെയ്ഡ് കമ്മീഷൻ കൊടുത്തു എന്നാണെങ്കിലോ, നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും? ബിസിനസ് ഫേം കൊടുക്കുന്നത്, കമ്മീഷൻ കൊടുത്താൽ കൊടുക്കുന്നത് എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഗിവിങ് ആസ്പെക്റ്റിൽ നമ്മൾ ക്യാഷ് എന്ന് എഴുതും. റിസീവിങ് ആസ്പെക്റ്റിൽ നമ്മൾ എന്ത് എഴുതും? എന്താണോ കൊടുത്തത് നമുക്ക് റിസീവ് ചെയ്തത് അത് എഴുതി വെക്കും കമ്മീഷൻ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മനസ്സിലാക്കിയാൽ മതി, അടുത്ത ആസ്പെക്റ്റ് നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ഇനി അടുത്ത് വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയാം. റിസീവ്ഡ് റെന്റ് എന്നാണെങ്കിലോ, റെന്റ് സ്വീകരിച്ചു, വാടക സ്വീകരിച്ചു. അപ്പോൾ സ്വീകരിക്കുന്ന ഒരു ബിസിനസ് സ്വീകരിക്കുന്ന സ്ഥലം എന്താ? റിസീവ് ചെയ്യുന്നത് എന്താ? വാടക കിട്ടുമ്പോൾ ക്യാഷ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ റിസീവ് ചെയ്യുന്നത് ക്യാഷ്. റിസീവ് ചെയ്തതിൻ്റെ കോളത്തിൽ ക്യാഷ് എന്ന് എഴുതും. അപ്പോൾ ഡെബിറ്റ് കോളത്തിൽ കൊണ്ടുപോയിട്ടും നമ്മൾ ക്യാഷ് എന്ന് എഴുതും. റിസീവ് ചെയ്യുന്നതിനെ നമ്മൾ ഡെബിറ്റ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന കോളത്തിൽ നമ്മൾ ക്യാഷ് എന്ന് എഴുതും. ഇനി ഗിവിങ് ചെയ്യുന്ന കോളമോ, എന്താ നമ്മൾ ഗിവിങ് ചെയ്യുന്നത്? അവിടെ റെന്റ് എന്ന് എഴുതി വെക്കാം. ഗിവിങ് ചെയ്യുന്നത് അതിൽ രണ്ട് ആസ്പെക്റ്റ്, ഒന്ന് ക്യാഷും മറ്റൊന്ന് റെന്റുമാണ്. അപ്പോൾ റെന്റിനെ നമ്മൾ എന്ത് ചെയ്ത് വെക്കുക? ഗിവിങ് ആസ്പെക്റ്റിൻ്റെ കോളത്തിൽ എഴുതുക. അതിനെവിടെ കൊണ്ട് എഴുതുക? ക്രെഡിറ്റ് കോളത്തിൽ എഴുതുക. റിസീവ് കമ്മീഷൻ എന്നാണെങ്കിലോ, റിസീവ് കമ്മീഷൻ ലഭിച്ചു എന്നാണെങ്കിലോ, കമ്മീഷൻ ലഭിക്കുമ്പോൾ ഫേമിന് റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റ് എന്താ? ക്യാഷ് ആണ്. കമ്മീഷൻ ആകുമ്പോൾ ക്യാഷ് രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ റിസീവ് ചെയ്യുന്നത് കമ്മീഷനാണ്. അപ്പോൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ കമ്മീഷൻ എന്ന് എഴുതണം. ഓക്കെ, ദെൻ നമ്മൾക്ക് കൊടുത്തത് എന്താ? ഗിവിങ് ചെയ്തത് എന്താ? കമ്മീഷനാണ്. കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് റിസീവിങ്ങും ഗിവിങ് കമ്മീഷനുമാണ്. കമ്മീഷൻ പെയ്ഡ് ചെയ്യുമ്പോൾ റിസീവിങ് ആസ്പെക്റ്റ് കമ്മീഷനും ഗിവിങ് ആസ്പെക്റ്റ് ക്യാഷും. വളരെ സൂക്ഷ്മമായിട്ട് മാത്രം നിരീക്ഷിക്കുക. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ചില ടേമുകൾ എഴുതുമ്പോൾ ചിലത് എഴുതാൻ പാടുള്ളൂ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം, ചെയ്യാം. എന്നിട്ട് നമുക്ക് പിറ്റത്തെ ക്ലാസ് മുതൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ജേണൽ എൻട്രി ചെയ്യുന്നതിൻ്റെ ഇൻട്രൊഡക്ഷൻ ചെയ്യാം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഇത് നിങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5 ട്രാൻസാക്ഷൻ ഇതുപോലെ എഴുതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും ഡെബിറ്റും ക്രെഡിറ്റും ഇതേപോലെ കോളം വരച്ച് ചെയ്യാം. നിങ്ങളിപ്പോൾ 10 എന്നല്ല ചെയ്തൊന്നുമല്ല, അതിലൊരു 5 എടുത്തിട്ട് ചെയ്താൽ മതി. സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു 5 എടുത്തിട്ട് നിങ്ങൾ ചെയ്തിട്ട് കാണിക്കുക. ഇന്ന് പറഞ്ഞത് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെക്കുക. ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്താണ്, ഡബിൾ എൻട്രി ഓഫ് ബുക്ക് കീപ്പിംഗ് എന്താണ് എന്നുള്ളതും എഴുതി വെക്കുക. നിങ്ങൾ ഇന്നലെ ചെയ്ത എക്സാമ്പിളിൽ നിന്ന് ഒരു 5 എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ കോളം വരച്ചിട്ട് അത് ചെയ്യുകയും ചെയ്യാം.